ബിഗ് ബോസ് സീസൺ 6ന്റെ ഇന്നത്തെ ലൈവില് സായിയും സിജോയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമുക്ക് കാണാം. അതിനു മുമ്പ് സായി ഇടക്കിടക്ക് പറയാറുള്ള ഒരു കാര്യമാണ് ജിൻഡോന് ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും അധികം പേടിയുള്ളത് എന്നെയാണെന്ന്. നമ്മൾ പ്രേക്ഷകർക്കറിയാം ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ജിൻഡോ സായിയെ പോലുള്ള ഒരാളെ ഭയക്കേണ്ട ആവശ്യമേ ഇല്ല. അദ്ദേഹം സായിയെ ഒരു എതിരാളിയായിട്ട് പോലും കണ്ടിട്ടുണ്ടാകില്ല. അതുപോലെ സായി പറയുന്നത് ഇങ്ങനെയാണ്: ജിൻഡോ എന്നെ പിന്നിൽ നിന്നല്ലാതെ നേരിട്ട് എതിർക്കുകയാണെങ്കിൽ അവൻ കപ്പടിക്കാൻ പറ്റാത്ത രീതിയിലാക്കാൻ എനിക്ക് പറ്റും. അതിന് സായിയാണോ ബിഗ് ബോസ് ഹൗസിലെ വിന്നറെ തീരുമാനിക്കുന്നത്? പിന്നെ പ്രേക്ഷകരൊക്കെ വോട്ട് ചെയ്യാനിരിക്കുന്നത് വെറുതെ ആണോ? അപ്പൊ സിജോ ഇടക്ക് പറയുന്നുണ്ട് ജിൻഡോയും അർജുനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ടോപ്പ് 5 എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന്. ഞങ്ങൾ കാണുന്ന പ്രേക്ഷകർക്കറിയാം അർജുൻ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന്. എന്തായാലും നിങ്ങളുടെ അത്രയും ടോക്സിക് ആയിരിക്കില്ല. ഇത്രയും കണക്ക് കൂട്ടലും പ്ലാൻ ചെയ്ത് നിൽക്കുന്ന നിങ്ങൾക്ക് അവിടെ പ്രേക്ഷക സപ്പോർട്ടുള്ള ആരാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിവില്ല. സായും സിജോയും അവിടെ ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പൊ ജിൻഡോനെയാണ്. പക്ഷെ അവരുടെ ടാർഗറ്റ് ചെയ്യലുകൾ ഏതെങ്കിലും ഒരു മൂലക്കിരുന്ന് പരദൂഷണം മാത്രമായിട്ട് അങ്ങ് ഒതുങ്ങിപ്പോകും. അതുപോലെ ജിൻഡോ എന്ന വ്യക്തിയെ യാതൊരു കഴിവുമില്ലാത്ത ഒരാളെ പോലെയാണ് ഹൗസിനുള്ളിലുള്ള പലരും ട്രീറ്റ് ചെയ്യുന്നത്. ഇവരുടെ ഗ്യാങ്ങിൽപ്പെട്ട നന്ദനയൊക്കെ ഇന്നലെ ജിൻഡോനെ അനാവശ്യമായിട്ട് ഒരുപാട് വഴക്കു പറഞ്ഞു. അതുപോലെ സായിക്കൊരു വിചാരമുണ്ട്, സായി പറയുന്നതെല്ലാം ശരിയാണെന്നും പുറത്ത് നമ്മളെ പോലുള്ള പ്രേക്ഷകർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും താൻ പറയുന്ന ഡയലോഗൊക്കെ മാസ് ബിജിഎം വെച്ച് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുമെന്നൊക്കെ. എന്നാൽ സായിയുടെ പെർഫോമൻസ് കണ്ട് വാഴ എന്ന് വരെ ആളുകൾ വിളിക്കാൻ തുടങ്ങി. സായി ബിഗ് ബോസ് ഹൗസിൽ വന്ന സമയം തൊട്ട് പ്ലാൻ ചെയ്യലാണ് ആരാണ് ഈ വീക്കിൽ എവിക്റ്റ് ആകുക, ടോപ്പ് 5 ആരൊക്കെയാണ്, ബിഗ് ബോസിന്റെ വിന്നർ ആരായിരിക്കും. ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? വോട്ട് ചെയ്യാൻ ഇവിടെ ജനങ്ങളുണ്ട്. അതുപോലെ സായി ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് വരെ ഏറ്റവും കൂടുതൽ അവിടെ എതിർത്ത് സംസാരിച്ചിരുന്നത് ജാസ്മിനെ ആയിരുന്നു. എന്നാൽ ഹൗസിനകത്ത് കയറിയ സായി ഇപ്പോൾ അവിടെ ഏറ്റവും അധികം സപ്പോർട്ട് കൊടുക്കുന്നത് നമ്മുടെ ജാസ്മിനാണ്. കൂടാതെ ഒരു ബ്രദർ സിസ്റ്റർ കോംബോ നന്ദനയുമായിട്ട് കളിക്കുന്നുമുണ്ട്. കാര്യം ശരിയൊക്കെ തന്നെയാണ്, നന്ദനക്ക് വീടില്ല. എന്നാൽ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഒന്നുമല്ലല്ലോ ബിഗ് ബോസ്. ബിഗ് ബോസിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെയുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാകും. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവരത് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. പക്ഷെ ബിഗ് ബോസിന്റെ വിന്നർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സഹതാപത്തിന്റെ പുറത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതിന് ഏറ്റവും അർഹനായ ആള് തന്നെ അതിന്റെ കപ്പടിക്കും. ഈ അവസാനത്തെ 1-2 ആഴ്ചയിലെ പെർഫോമൻസ് കണ്ടല്ല നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മളൊരു വിന്നറിനെ കണ്ടിരിക്കുന്നത്. ഇതിന്റെ തുടക്ക സമയത്ത് തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആൾക്ക് തന്നെയായിരിക്കണം നമ്മുടെ വോട്ട് പോകേണ്ടത്. ഇപ്പോഴത്തെ പോക്കനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിന്നർ ഉണ്ട് ബിഗ് ബോസ് ഹൗസിൽ. പുറത്ത് നടക്കുന്ന റൂമേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല എങ്കിൽ അതേ ആള് തന്നെയായിരിക്കും വിന്നർ ആകുക. ആ ഒരു സമയത്തുണ്ടല്ലോ, ആ ഒരു വിന്നർ ആകുന്ന സമയത്ത് ഇവരുടെയൊക്കെ ഫേസ് ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ബിഗ് ബോസിന്റെ ഭൂരിഭാഗം പ്രേക്ഷകരും.